ലൈംഗിക ചൂഷണ ആരോപണങ്ങളിൽ പ്രതിരോധം തീർത്ത സിനിമാ താരങ്ങൾ രേവതി സമ്പത്ത് നിയമ നടപടിയിലേക്ക് കടക്കും മുൻപ് ഒരു മുഴം നീട്ടിയെറിഞ്ഞ് നടിയെ സമ്മർദ്ദത്തിലാക്കാൻ ആദ്യ പരാതിക്കാരനായി സിദ്ദിഖ് ഇറങ്ങി. രേവതി സമ്പത്തിനെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് സിദ്ദിഖ് DGPക്ക് പരാതി നൽകി. തനിക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ അന്വേഷണം നടക്കട്ടെ എന്ന് നടൻ മണിയൻപിള്ള രാജുവും പ്രതികരിച്ചു. സിദ്ദിഖ് തിരുവനന്തപുരത്തെ ഹോട്ടലിൽ വെച്ച് ലൈംഗികമായി ഉപദ്രവിച്ചു എന്നായിരുന്നു യുവനടി രേവതി സമ്പത്തിന്റെ ആരോപണം. പിന്നാലെ സിദ്ദിഖ് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ചു. വ്യാജ പ്രചാരണത്തിനു വേണ്ടി ചിലർ രേവതി സമ്പത്തിനെ ഉപയോഗിച്ചെന്ന് ആരോപിച്ചാണ് സിദ്ദിഖ് സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയത്. തന്റെയും അമ്മയുടെയും പേര് കളങ്കപ്പെടുത്തലാണ് ലക്ഷ്യം. ആരോപണമുന്നയിച്ച ശേഷം മാത്രമാണ് രേവതി സമ്പത്തിന് ശ്രദ്ധ ലഭിച്ചത്. മുൻ ആരോപണങ്ങൾക്ക് വിരുദ്ധമായാണ് ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളെന്നും സിദ്ദിഖിന്റെ പരാതിയിൽ പറയുന്നു. തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയെ പരിചയമുണ്ടെന്നും കള്ളപ്പരാതികളുണ്ടെങ്കിൽ അതും കണ്ടെത്തണമെന്ന് മണിയൻപിള്ള രാജു പ്രതികരിച്ചു. ആരോപണങ്ങളെ ഇനി ധാരാളം വരും. ക്ലിയർ ആയിട്ടൊരു അന്വേഷണം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് ഇതിനകത്ത് തെറ്റുകാരെന്ന് അറിയാം. തെറ്റ് ചെയ്യാത്തവർ പോലും ഇതിനകത്ത് പെടുത്തുമല്ലോ. ഇതിൽ പറയുന്ന ആൾക്കാർ ഇതിനകത്ത് തെറ്റുകാരാണെങ്കിൽ ശേഷിക്കണം. കള്ളപ്പരാതിയായിട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ അതും നോക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആരോപണങ്ങളോട് പ്രതികരിക്കേണ്ടെന്നാണ് മുകേഷിന്റെ തീരുമാനം. പുറത്തുവരുന്ന ആരോപണങ്ങൾ രാഷ്ട്രീയ ഉദ്ദേശത്തോടെ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കൊല്ലം MLA യും നടനുമായ മുകേഷ്. 24 തിരുവനന്തപുരം.